ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 6th മോഡ്യൂളിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് എനേബിൾഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇൻ്റർനെറ്റ് എനേബിൾഡ് എംബഡഡ് സിസ്റ്റംസ്. സോ ഇൻ്റർനെറ്റ് എനേബിൾഡ് എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഇതിനു മുമ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് എംബഡഡ് സിസ്റ്റംസ് ഒക്കെ കണ്ടുകഴിഞ്ഞു അല്ലേ? അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ട് വന്നേക്കുന്നത്. സോ അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക്സ് ഒക്കെ കണക്ട് ചെയ്തിട്ട് പല പല പോർഷൻസിലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് എംബഡഡ് സിസ്റ്റംസ് ആണ് അല്ലേ? സോ അപ്പോൾ ആ ഒരു എംബഡഡ് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയോൺമെൻറ്റ് നമുക്ക് ഇൻ്റർനെറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഓക്കെ, സോ distributed embedded systems is the emerging field in the case of embedded system environment, but it is not well suited for the real time task. real time tasks ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് എംബഡഡ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല പല പോർഷൻസിലാണ് നമ്മൾ ഓരോരോ ഫങ്ഷൻസ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്പോൺസ് കിട്ടാനായിട്ട് കുറച്ചൊരു ഡിലേ ഉണ്ടാവും. അതേസമയം നമ്മുടെ റിയൽ ടൈം ടാസ്കിന് നമുക്ക് എത്ര ഫാസ്റ്റ് റെസ്പോൺസ് കിട്ടുന്നോ അത്രയും ഫാസ്റ്റ് റെസ്പോൺസാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലേ? സോ അപ്പം റിയൽ ടൈം ടാസ്കിന് നമുക്ക് അത്ര സ്യൂട്ടബിൾ അല്ല ഡിസ്ട്രിബ്യൂട്ടഡ് എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് പ്രൊവൈഡ്സ് എ റിച്ച് എൻവയോൺമെൻറ്റ് ഫോർ നോൺ റിയൽ ടൈം ഇൻട്രാക്ഷൻ. അതേസമയം നോൺ റിയൽ ടൈം ആയിട്ടുള്ള ക്വിക്കായിട്ടുള്ള ഡിസിഷനൊന്നും വേണ്ടാത്ത കേസസിലാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് എ റിച്ച് എൻവയോൺമെൻറ്റ്. ഓക്കെ, സോ അതിനെക്കുറിച്ച് അതെന്തൊക്കെ എൻവയോൺമെൻറ്റ് അത് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അതിലെന്തൊക്കെയാണ് അതിൻ്റെ ഡിസൈൻ ഇഷ്യൂസ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഇൻ്റർനെറ്റ് എനേബിൾഡ് സിസ്റ്റംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അതിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കും അല്ലേ? സോ ഫസ്റ്റ് വിൽ ലുക്ക് ഇൻ ടു വാട്ട് ഈസ് ഇൻ്റർനെറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലേ? അതിനകത്ത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ പ്രോട്ടോക്കോളാണ് ഏത്? ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, വിച്ച് ഈസ് കോൾഡ് ആസ് IP അല്ലേ? സോ ഫണ്ടമെൻ്റൽ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ പ്രോട്ടോക്കോളാണ് IP, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് കണക്ഷൻ ലെസ് പാക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. സോ IP പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് പ്രൊവൈഡ്സ് കണക്ഷൻ ലെസ് പാക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കണക്ഷൻ ലെസ് ആയിട്ടുള്ള പാക്കറ്റ്സ്, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് പാക്കറ്റ്സ് ആയിട്ടാണ്. ആ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നത് ഒരിക്കലും സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ തമ്മിലുള്ള കണക്ഷൻ വഴിയായിരിക്കില്ല. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് കണക്ഷൻ ലെസ് ആയിട്ടുള്ള ഒരു സർവീസാണ്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഈസ് ദ ഗുഡ് ആപ്ലിക്കേഷൻ ഏരിയ ഫോർ ഇൻ്റർനെറ്റ് ബേസ്ഡ് എംബഡഡ് സിസ്റ്റംസ്. ഇൻ്റർനെറ്റ് ബേസ്ഡ് എംബഡഡ് സിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ ഏരിയയാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. Okay, so IP is an inter-networking standard. IP is the inter-networking standard which is used to provide internet-based embedded systems. Okay, an internet packet will travel over several different networks from source to destination. നമ്മൾ പറഞ്ഞു ഒരു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് അല്ലേ? സോ അപ്പോൾ നമ്മളിവിടെ സെൻഡ് ചെയ്യുന്ന ഒരു ഡേറ്റ ഡെസ്റ്റിനേഷൻ വരെ എത്തണമെങ്കിൽ പല പല നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക്സിനകത്തുള്ള ഹോസ്റ്റുകൾ ഒക്കെ ട്രാവൽ ചെയ്താണ് എത്തുന്നത്. സോ ആൻ ഇൻ്റർനെറ്റ് പാക്കറ്റ് വിൽ ട്രാവൽ ഓവർ സെവറൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. സോ അപ്പോൾ അതെല്ലാം ആ ഒരു ഡേറ്റ ഫ്ലോ അലോ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് IP. സോ IP അലോസ് ഡേറ്റ ടു ഫ്ലോ സീംലെസ്ലി ത്രൂ ദീസ് നെറ്റ്വർക്ക്സ് ഫ്രം വൺ എൻഡ് യൂസർ ടു another, and this IP works at the network layer. So internet protocol work ചെയ്യുന്നത് OSI നെറ്റ്വർക്ക് മോഡലിലെ ഏത് ലെയറിലാണ്? നെറ്റ്വർക്ക് ലെയറിലാണ്. നമുക്കറിയാം 7 ലെയേഴ്സാണ് ഒരു OSI മോഡലിലുള്ളത് അല്ലേ? നെറ്റ്വർക്ക് മോഡലിൽ ഉള്ളത്. സോ അതിൽ നെറ്റ്വർക്ക് ലെയറിലാണ് IP പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ഒരു ഇൻ്റർനെറ്റ് മോഡലാണ് അല്ല, ഇത് ഇൻ്റർനെറ്റ് മോഡലല്ല, OSIയുടെ തന്നെ മോഡൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ അപ്പം ആപ്ലിക്കേഷൻ ലെയർ, അതിൻ്റെ താഴെ സെഷൻ ലെയർ അതൊക്കെ വരാനുണ്ട്. അതൊന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ഏറ്റവും താഴത്തെ ലെയറിൽ ഫിസിക്കൽ ലെയറാണ്, ദെൻ ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ദെൻ അതിന് മുകളിലായിട്ട്
സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, ഇത്രയും ലെയേഴ്സാണ് ഉള്ളത് അല്ലേ. സോ അതിൽ തന്നെ IP വർക്ക് ചെയ്യുന്നത് ഏതിലാണ്? നെറ്റ്വർക്ക് ലെയറിലാണ്. ഏതൊരു നോഡ് എടുത്താലും നെറ്റ്വർക്ക് ലെയറിലാണ് IP വർക്ക് ചെയ്യുന്നത്. സോ ഈ ഓരോ നോഡ്സിനും ഇടയിൽ ആരുണ്ടാവും? റൂട്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, റൂട്ടേഴ്സ് ഉണ്ടാവും. ഈ റൂട്ടറിന് ഇതുപോലെ ലെയേഴ്സ് ഉണ്ട്, നെറ്റ്വർക്ക് ലെയേഴ്സ് വരെ ഇതുപോലുള്ള നെറ്റ്വർക്ക് മോഡൽ ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെയും നെറ്റ്വർക്ക് ലെയറിലാണ് IP പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഡേറ്റ പാസ് ത്രൂ സെവറൽ ലെയേഴ്സ് ഓഫ് ദ പ്രോട്ടോക്കോൾ സ്റ്റാക്ക് ടു സെൻഡ് ടു ദി IP. നമ്മൾ ഡേറ്റ നോർമലി എവിടെയാണ് ക്രിയേറ്റ് ആവുന്നത്? ആപ്ലിക്കേഷൻ ലെയറിലാണ് ക്രിയേറ്റ് ആവുന്നത് അല്ലേ. ദെൻ അവിടുന്ന് താഴേക്ക് ഓരോരോ ലെയർ ബൈ ലെയർ പോയിട്ട് താഴേക്കുള്ള സ്റ്റാക്ക്, അതായത് ആ പ്രോട്ടോക്കോൾ സ്റ്റാക്കിൻ്റെ പല ലെയേഴ്സ് വഴി ട്രാൻസ്ഫർ ചെയ്താണ് നമ്മൾ അതിനെ അടുത്തൊരു ഹോസ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ഫിസിക്കൽ മീഡിയം. ഓക്കെ, നോഡ് ദാറ്റ് transmits data among different types of networks is known as a router. പല ടൈപ്പ് ഓഫ് നെറ്റ്വർക്സിനിടയിൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്സിനിടയിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ നോഡാണ് റൂട്ടർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ റൂട്ടറിൻ്റെ ഫങ്ഷനാലിറ്റി IP ലെയർ വരെയാണ് പോകുന്നത്. സിൻസ് ഇറ്റ് ഈസ് നോട്ട് റണ്ണിങ് ആപ്ലിക്കേഷൻസ്, ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ഗോ ടു ഹയർ ലെവൽസ് ഓഫ് ദി OSI മോഡൽ. നമ്മൾ റൂട്ടേഴ്സിനകത്തൊന്നും നോർമലി ആപ്ലിക്കേഷൻസ് ഒന്നും റൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ നോർമലി OSI മോഡലിൻ്റെ ബാക്കി ഹയർ ലെയേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാറില്ല. നെറ്റ്വർക്ക് ലെയർ വരെയുള്ള ലെയേഴ്സാണ് നമ്മൾ നോർമലി റൂട്ടേഴ്സിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, then packet may go through several routers to get to its destination. ഇപ്പോൾ നമ്മൾ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് പല റൂട്ടേഴ്സ് വഴിയായിരിക്കും ഡേറ്റ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പറഞ്ഞല്ലോ നമ്മൾ. അപ്പോൾ ആ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്താണ് നമ്മൾ പാക്കറ്റ്സ് ആയിട്ട് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു IP പാക്കറ്റിൻ്റെ ഫോമാറ്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഏതൊരു പാക്കറ്റ് എടുത്താലും അതിനകത്ത് ഹെഡർ പാർട്ടും കാണും, ഡേറ്റ പാർട്ടും കാണും, ഡേറ്റ പേലോഡ്. ഓക്കെ, ഹെഡർ ആൻഡ് ഡേറ്റ പേലോഡ് ഉണ്ടാവും. ഇതിന് രണ്ടിനും വേരിയബിൾ ലെങ്ത് ആണ് ഉള്ളത്. ബട്ട് ദ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എന്തേ വരാവൂ? 65,535 ബൈറ്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഏതൊരു IP പാക്കറ്റ് എടുത്താലും അതിനകത്ത് ഹെഡറുണ്ട്, ദെൻ ഡേറ്റ പേലോഡ് ഉണ്ട്. ബോത്ത് ഓഫ് ആർ ഹാവിങ് വേരിയബിൾ ലെങ്ത്, അതായത് ഫിക്സഡ് ആയിട്ടൊരു ലെങ്ത് അതിന് പറയുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. ബട്ട് ദ മാക്സിമം ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാക്കറ്റ് ഷുഡ് ബി 65,535 ബൈറ്റ്സ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ IP പാക്കറ്റിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. സോ ദീസ് ആർ ഓൾ ദ ഹെഡർ പാർട്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ ബി അപ്ലോഡിങ് ദി ഡേറ്റ. ഓക്കെ, സോ ഹെഡർ പാർട്ടിലാണ് നമ്മൾ ആ ഒരു പാക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നത് ഹെഡർ പാർട്ടിലാണ്. ദെൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റയാണ് ഡേറ്റ പേലോഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പം ഇതിനകത്ത് വേർഷൻ ഉണ്ട്. വേർഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന IP പ്രോട്ടോക്കോളിൻ്റെ വേർഷൻ എന്താണ്, ദെൻ അതിൻ്റെ ഹെഡറിൻ്റെ ലെങ്ത് എത്രയാണ്, ഇത്രയും ഹെഡറിൻ്റെ ടോട്ടൽ സൈസ് എന്താണെന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്യും. ദെൻ സർവീസ് ടൈപ്പ്, എന്ത് ടൈപ്പ് ഓഫ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കണക്ഷൻ ലെസ് ആണ്, കണക്ഷൻ ഓറിയൻറ്റഡ്, അങ്ങനെയൊക്കെയുള്ള UDP എന്നൊക്കെ ഉള്ള ആ ഒരു ഇതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാക്കറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ, ഈ പാക്കറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ ഫ്ലാഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്. ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ്, ഇതിനകത്ത് എത്ര ഓഫ്സെറ്റാണ് ഡേറ്റ എത്താനായിട്ട് എത്ര ഓഫ്സെറ്റാണ് വേണ്ടത്. ദെൻ ഈ പാക്കറ്റിൻ്റെ ലൈഫ് ടൈം എത്രയാണ്, ഏത് പ്രോട്ടോക്കോൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ഹെഡർ ചെക്സം എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്, സോഴ്സ് അഡ്രസ്സ് എന്താണ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്താണ്, ദെൻ പാഡിങ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ്, ദെൻ അതിനുശേഷം ഡേറ്റ പേലോഡ്, ഇത്രയും ചേരുന്നതാണ് ഒരു IP പാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇതിനകത്ത് മെയിനായിട്ട് എന്താണ്, ഹെഡറും ഡേറ്റ പേലോഡുമാണ്. അതിൻ്റെ ടോട്ടൽ പാക്കറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 65,535 ബൈറ്റ്സ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കണക്റ്റഡ് ആയിരിക്കുന്ന ഓരോ സിസ്റ്റത്തിനും ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ ഇൻ്റർനെറ്റ് അഡ്രസ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ IP അഡ്രസ്സ് എന്ന് പറയാറുണ്ട്. സോ ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ. ഓക്കെ, സോ ഇറ്റ്സ് എ നമ്പർ. ആ നമ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് IP യുടെ വേർഷനെ ഡിപ്പെൻഡ് ചെയ്യും.
ഏത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന സൈസിലുള്ള ഒരു നമ്പറിനെയാണ് നമ്മൾ IP അഡ്രസ്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏർലിയർ വേർഷൻസ് ഓഫ് IP ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് 32 ബിറ്റ് അഡ്രസ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം IPv6 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 128 ബിറ്റ് അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. IP അഡ്രസ്സിൻ്റെ സൈസ് 128 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് വ്യത്യാസം. ദെൻ ആപ്ലിക്കേഷൻ നോഡ് നെയിംസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു IP അഡ്രസ്സസ് വിയ കോൾസ് ടു എ ഡൊമൈൻ നെയിം സെർവർ. ഡൊമൈൻ നെയിം സെർവർ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കണം. നമ്മളിപ്പോൾ google.com എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുന്നു അല്ലേ, ആ google.com എന്ന് പറയുന്നത് അതൊരു ഡൊമൈൻ നെയിമാണ്. ഓക്കെ, ആക്ച്വലി അത് റെഫർ ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിനെയാണ്. ആ സിസ്റ്റത്തിന് ഒരു പെർട്ടിക്കുലർ IP അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും ഈ ഡൊമൈൻ നെയിമിനെ. എന്നിട്ടാണ് ആ IP അഡ്രസ്സിൽ ഉള്ള ഹോസ്റ്റിൽ പോയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ അക്വയർ ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടത്തുന്ന ആളാണ് ആര്? ഡൊമൈൻ നെയിം സെർവർ. സോ ഡൊമൈൻ നെയിം സെർവർ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് ആപ്ലിക്കേഷൻ നോഡ് നെയിംസ് ഓർ ഡൊമൈൻ നെയിംസ് ഇൻ ടു IP അഡ്രസ്സസ്. ഓക്കെ, ദെൻ IP പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് TCP. TCPയുടെ ഫുൾ ഫോം എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഓക്കെ, സോ ഇത് IPയുടെ കൂടെ നമ്മൾ പ്രൊവൈഡ്സ് എ ഹയർ ലെയർ സർവീസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഹോസ്റ്റിൽ നിന്ന് ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യുമ്പോഴത്തേനും അതിനിടയിൽ ഒരു വിർച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് TCP എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഡേറ്റ അറൈവ് ഇൻ ദി അപ്രോപ്രിയേറ്റ് ഓർഡർ. നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ അവിടെ ഡേറ്റ റിസീവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യാനും ഈ ഒരു സർവീസ് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ദർ ഈസ് എൻ അക്നോളജ്മെൻറ്റ് പ്രോട്ടോക്കോൾ ടു എൻഷുവർ ദാറ്റ് പാക്കറ്റ്സ് അറൈവ്ഡ്. നമ്മൾ സെൻഡ് ചെയ്ത എല്ലാ പാക്കറ്റ്സും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ TCPയുടെ കൂടെ തന്നെ ഒരു അക്നോളജ്മെൻറ്റ് പ്രോട്ടോക്കോളും ഉണ്ട്. സോ ഇപ്പോൾ TCP പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്, അതുപോലെ തന്നെ ഡേറ്റ അറൈവ് ഇൻ ദി അപ്രോപ്രിയേറ്റ് ഓർഡർ, ദെൻ അക്നോളജ്മെൻറ്റ് പ്രോട്ടോക്കോൾ ടു എൻഷുവർ ദാറ്റ് പാക്കറ്റ്സ് ആർ അറൈവ്ഡ്. ഓക്കെ, then TCP used to provide file transfer protocol for batch file transfers. അപ്പോൾ TCP പ്രൊവൈഡ് ചെയ്യുന്നത് പല ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ ഫയൽ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോളാണ്. നമ്മളിപ്പോൾ ബാച്ച് ഫയൽസ്, അതായത് കുറേ ഫയൽസാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ. അതേസമയം വേൾഡ് വൈഡ് വെബ് സർവീസസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇമെയിൽ സെൻഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് TCP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് സർവീസാണ് UDPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്നാണ്. ഇറ്റ് പ്രൊവൈഡ്സ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സർവീസസ് ബൈ SNMP. ഇപ്പം നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് UDP എന്ന് പറയുന്നത്. ഇത് കണക്ഷൻ ലെസ് ആണ്. ഓക്കെ, SNMP എന്താണ്? സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. ഈ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഈ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സർവീസ് UDP പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ്. നമ്മൾ ഇൻ്റർനെറ്റ് എനേബിൾഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു. ഇനി ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ്, നമ്മൾ എംബഡഡ് സിസ്റ്റംസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസിന് എക്സാമ്പിൾസ് ആണ് ഇതിനകത്ത് പറയുന്നത്. So, internet provides a standard way for an embedded system to act with other devices or users. മറ്റുള്ള ഡിവൈസസുമായിട്ടോ അല്ലെങ്കിൽ യൂസേഴ്സുമായിട്ടുള്ള ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് വേ ആണ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മുമ്പൊക്കെ നമ്മൾ ഏറ്റവും സിമ്പിളൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏർലിയസ്റ്റ് ഇൻ്റർനെറ്റ് എനേബിൾഡ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ലേസർ പ്രിൻറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ലേസർ പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ട് IP അഡ്രസ്സ് യൂസ് ചെയ്ത് നമ്മൾ ജോബ്സ് സെൻഡ് ചെയ്യുകയും പ്രിൻ്റ് ചെയ്യിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. സോ അപ്പം നെറ്റ്വർക്ക് റിസോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് എംബഡഡ് സിസ്റ്റംസിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ലേസർ പ്രിൻ്റർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു നെറ്റ്വർക്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം ബൈ ത്രൂ IP
അഡ്രസ്സ് അല്ലേ. സോ അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ. ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ലേസർ പ്രിൻ്റർ. അത് നേരത്തെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ്, ഒരുപാട് മുന്നേ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു ടൈപ്പ് ഓഫ് എംബഡഡ് സിസ്റ്റമാണ്. ദെൻ ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഹോം കൺട്രോൾ സിസ്റ്റംസ് ആണ്. ഇതിനകത്താണെങ്കിൽ നമുക്ക് ഹോം ഓണറിന് എവിടെ നിന്ന് വേണമെങ്കിൽ റിമോട്ട്ലി മോണിറ്റർ ആൻഡ് കൺട്രോൾ ഹോം ക്യാമറാസ്, ലൈറ്റ്സ് ആൻഡ് സോ ഓൺ. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എംബഡഡ് സിസ്റ്റമാണ് ഹോം കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. സോ IP പ്രൊവൈഡ്സ് എ വേ ഫോർ ബോത്ത് സ്പെഷ്യൽ പർപ്പസ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. IP യൂസ് ചെയ്ത് നമുക്ക് സ്പെഷ്യൽ പർപ്പസ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസോ ഒക്കെ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ബട്ട് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കോഡ് സൈസാണ്. നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിൻ്റെ മെമ്മറി സൈസ് എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അതിനകത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കോഡിങ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ വൈൽ ഡെവലപ്പിംഗ് ആൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് എംബഡഡ് സിസ്റ്റംസ്. അതുമാത്രമല്ല ആർക്കിടെക്ചറൽ ഡിസിഷൻസ് മസ്റ്റ് ബി മെയ്ഡ് ടു ഡിറ്റർമിൻ വിച്ച് ഇൻ്റർനെറ്റ് സർവീസസ് വിൽ ബി നീഡഡ് ബൈ ദി സിസ്റ്റം. സിസ്റ്റത്തിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് സർവീസസ് ആണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചുള്ള ആർക്കിടെക്ചറൽ ഡിസിഷൻസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഈ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ടൈപ്പ് ഓഫ് ഡേറ്റ സർവീസ് റിക്വയർഡ്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ സർവീസ് ആണോ വേണ്ടത്, അതായത് കണക്ഷൻ ലെസ് ആണോ അല്ലെങ്കിൽ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആണോ വേണ്ടത്, ദെൻ സ്ട്രീമിംഗ് സർവീസസ് വേണോ, നോൺ സ്ട്രീമിംഗ് സർവീസസ് വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ആർക്കിടെക്ചറൽ ഡിസിഷൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ? ആദ്യം അതിൻ്റെ കോഡ് സൈസ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ്. പിന്നെ ആർക്കിടെക്ചറൽ ഡിസിഷനാണ്. ആർക്കിടെക്ചറൽ ഡിസിഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് സർവീസസ് ആണോ ആ സിസ്റ്റത്തിന് വേണ്ടത് അതിനെ ബേസ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ആ ചോയ്സ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സർവീസ് റിക്വയർഡും കണക്ഷൻ ലെസ് ആണോ കണക്ഷൻ ഓറിയൻറ്റഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. സ്ട്രീമിംഗ് അല്ലെങ്കിൽ നോൺ സ്ട്രീമിംഗ് ആണോ വേണ്ടതെന്നുള്ളത് നോക്കണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ചോയ്സ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് വീഡിയോ ക്യാമറ. ഇൻ്റർനെറ്റ് വീഡിയോ ക്യാമറ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വീഡിയോ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് ആക്സസിബിൾ ത്രൂ ദി ഇൻ്റർനെറ്റ്. അതിനെ നമ്മൾ ജാവ ക്യാം എന്ന് പറയുന്നു. ഇത് നമുക്കൊരു എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് കണ്ടില്ലേ. സോ ഇവിടെ ഒരു ആപ്ലെറ്റ് നമ്മൾ യൂസ് ചെയ്യാം. ഇതൊരു ജാവ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്, എംബഡഡ് സിസ്റ്റമാണ്. സോ അപ്പം ഇതിനകത്തൊരു ആപ്ലെറ്റ് ഉണ്ട്. ഈ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ടാണ് വെബ് ബ്രൗസർ വഴി നമ്മൾ ഈ ഒരു ക്യാമറേനെ ആക്സസ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. അപ്പോൾ ഈ വെബ് ബ്രൗസർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ ഓൺ ആവുകയും അതിൽ നിന്ന് ഇമേജ് ക്യാപ്ചർ ചെയ്ത് ആ വെബ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻ്റർനെറ്റ് വീഡിയോ ക്യാമറ എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ ഇതിനകത്ത് ഒരു ക്വിക്ക് ക്യാം ആപ്ലെറ്റ് ഉണ്ട്. ഈ ക്വിക്ക് ക്യാം ആപ്ലെറ്റിനെ റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് HTTP സെർവർ ഉണ്ട്. ഈ HTTP സെർവറാണ് ഇതിനെ ഒരു HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ഈ വെബ് ബ്രൗസർ വഴി ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ. ദെൻ ഈ ക്വിക്ക് ക്യാം ആപ്ലെറ്റ് വെബ് ബ്രൗസർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്വിക്ക് ക്യാം സെർവറിനെ എനേബിൾ ചെയ്യും. ഈ സെർവർ ജാവ വെർച്വൽ മെഷീൻ വഴി അതിൻ്റെ ഡ്രൈവറിനെ എനേബിൾ ചെയ്യും. ഈ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു നാനോ കേണൽ ഡ്രൈവറാണ്. നാനോ കേണൽ ഡ്രൈവർ എന്ന് കേണൽ എന്താണ്? ഏതൊരു ഡിവൈസിൻ്റെയും അതിൻ്റെ കോർ പാർട്ട്, കോഡിങ്ങിൻ്റെ കോർ പാർട്ട് എവിടെയാണോ ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ കേണൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേണലിനെ എനേബിൾ ചെയ്തിട്ട് ഒരു പാരലൽ പോർട്ട് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഒരു ക്യാമറേനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ സമയത്ത് ക്യാമറ എനേബിൾ ആവുകയും അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന ഡേറ്റ ഈ പാരലൽ പോർട്ട് വഴി ഈ ഡ്രൈവർ വഴി വെർച്വൽ മെഷീൻ വഴി ആപ്ലെറ്റിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് വീഡിയോ ക്യാമറ. ഓക്കെ. ദെൻ അടുത്തൊരു ആസ്പെക്റ്റാണ് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴും ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഇൻ്റർനെറ്റ് ബേസ്ഡ് സിസ്റ്റംസിലാണെങ്കിലും അറ്റാക്സ് ഇപ്പോൾ വളരെയധികം കൂടുതലാണ് അല്ലേ. അപ്പോൾ അറ്റാക്സ് ഓൺ എംബഡഡ് സിസ്റ്റം ക്യാൻ ഡിസ്ട്രോയ് നോട്ട് ഓൺലി ഇൻഫർമേഷൻ ബട്ട് ഓൾസോ ദി ഫിസിക്കൽ ഡിവൈസസ് കണക്റ്റഡ് ടു ദി എംബഡഡ് പ്രോസസ്സ്. ഒരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ലോസ്റ്റോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഡിസ്ട്രോയ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക. പിന്നെന്താണ്, ആ
ഡിവൈസിലേക്ക് അല്ലെങ്കിൽ ആ പ്രോസസ്സറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ഡിവൈസസിനെ കൂടി ഡാമേജ് ചെയ്യാനുള്ള അറ്റാക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ സം ഓഫ് ദ അറ്റാക്സ് എന്ന് പറയുന്നത് വർക്ക് ഇൻഫെക്റ്റഡ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓഫ് ദി CSX റെയിൽവേയിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉണ്ടായ ഒരു ഇൻഫെക്ഷൻ കാരണം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓൾ ട്രെയിൻസ് ഇൻ ദ വാഷിങ്ടൺ DC ഏരിയ ടു ബി ഷട്ട് ഡൗൺ ഫോർ എ ഹാഫ് ഡേ. ഒരു ഹാഫ് ഡേയിലേക്ക് എല്ലാ ട്രെയിൻസും ഷട്ട് ഡൗൺ ആയി, കാരണം ആ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ലെസ് ആയി മാറി. ഓക്കെ. Then another one example for the internet-based attack is a worm disabled the computer-based safety monitoring system at the Davis-Besse nuclear power plant in Ohio. ഓഹിയോയിൽ നടന്ന ഒരു അറ്റാക്കാണ്. അതും ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണ് ആ അറ്റാക്ക് നടന്നത്. സേഫ്റ്റി മോണിറ്ററിംഗ് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്തു. സോ ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് അറ്റാക്സ് നമുക്ക് ഇൻ്റർനെറ്റ് ബേസ്ഡ് സിസ്റ്റംസിൽ പ്രതീക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ക്യാൻ ബി എൻഫോഴ്സ്ഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി നെറ്റ്വർക്ക് സ്റ്റാക്ക്. നെറ്റ്വർക്ക് സ്റ്റാക്കിൻ്റെ എല്ലാ ലെവൽസിലും നമ്മൾ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ജനറൽ ഓർ സ്പെഷ്യൽ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. ഇപ്പോൾ ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്ത് ഈ നെറ്റ്വർക്ക് സ്റ്റാക്കിൻ്റെ എല്ലാ ലെവൽസിലും നമ്മൾ സെക്യൂരിറ്റി എൻഷുർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സിസ്റ്റം മോസ്റ്റ് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ അപ്പോൾ ഇത്രയാണ് ഇൻ്റർനെറ്റ് ബേസ്ഡ് സിസ്റ്റംസിനെ കുറിച്ച്, എംബഡഡ് സിസ്റ്റംസിനെ കുറിച്ച് ഉള്ള ഡിസ്ക്രിപ്ഷൻ. ഓക്കെ.